കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം ചേരും. ഇന്ന് രാവിലെ 10 മണിക്ക് യോഗം നടക്കുമെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് ഇന്നലെ നമ്മളെ തേടി വന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം അടിയന്തരമായി ചേരുന്നതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? എസ് കെ നാടിനെ നടുക്കിയ ഒരു ദുരന്തം, ആ ദുരന്തത്തിൽ മലയാളികൾ ഇരകളായിരിക്കുന്നു, നിരവധി പേർ മരിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അടിയന്തര ക്യാബിനറ്റ് വിളിച്ചു ചേർക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത്. അല്പം മുൻപാണ് നിർദ്ദേശം, ഇതിൻ്റെ ക്യാബിനറ്റിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകൾ മന്ത്രിമാർക്ക് അയച്ചത്. 10 മണിക്കാണ് യോഗം ചേരുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെയും ക്യാബിനറ്റ് യോഗം ഉണ്ടായിരുന്നു, പതിവ് ക്യാബിനറ്റ് യോഗമായിരുന്നു. പക്ഷേ എന്നാൽ ഈ കുവൈറ്റ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചത്. പ്രധാനമായും എന്തൊക്കെ സഹായങ്ങൾ നൽകണം, ഈ മരണപ്പെട്ടവർക്കുള്ള സഹായം, മറ്റൊന്ന് ഈ ബോഡി എത്തിക്കൽ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായും യോഗം വിളിച്ചത്. അതിനുശേഷം നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ചീഫ് സെക്രട്ടറി, DGP തുടങ്ങിയവരുമായി ചിലപ്പോൾ രണ്ടാം ഘട്ടമായി മുഖ്യമന്ത്രിയുടെ യോഗം നടക്കാനുള്ള സാധ്യത കൂടി ഉണ്ടെന്നാണ് അറിയുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഈ ദുരന്തത്തിൻ്റെ ആഘാതം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ഒരു അടിയന്തര മന്ത്രിസഭാ യോഗം, ഇന്നലെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അജണ്ടകൾ ഒറ്റ അജണ്ടയാണ്: കുവൈത്ത് ദുരന്തത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ എത്രമാത്രം സഹായം നൽകാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അടിയന്തര ക്യാബിനറ്റ് ചേരുന്നത്. എസ് കെ. ഓക്കെ, ദീപക് തർമ്മടമാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.